ഞാൻ ഇന്നാളൊരു ഇതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ, കല്യാണം വേണോ ലിവിങ് വേണോ. എനിക്ക് ലിവിങ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എടുത്ത് വെച്ച് ഇനി അടി കമന്റ് അതാ ലിവിങ് ആണ് എനിക്ക് താല്പര്യം. കല്യാണം താല്പര്യമില്ല, ലിവിങ് ആണ് താല്പര്യം. ഞാൻ നേരത്തെ സപ്പോർട്ട് ഒന്നും ചെയ്തല്ലോ, ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞല്ലോ, എന്റെ താല്പര്യം പറഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഏതോ ഒരുത്തൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചിട്ട് ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞാൽ ആൾ ഉപേക്ഷിക്കാൻ, അടുത്ത ആളെ കൊണ്ടുവരാൻ, അടുത്ത ആളോട് ഉപേക്ഷിക്കാൻ. നമ്മളെന്താ പട്ടികളോ? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ലിവിങ് ടുഗദറിന് തയ്യാറാട്ടോ. രേണുവിന് വിവാഹത്തോട് താല്പര്യമില്ല. ഇപ്പം അടുത്ത വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ളത് പല തവണയായിട്ട് രേണു നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ്. അതിപ്പോഴും അല്ല, ഒരു 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തോ ഒരു 2 വർഷത്തിനിടയിൽ നടക്കാൻ പോകുന്നുണ്ട്. ഈ 2 വർഷത്തിൻ്റെ കണക്ക് ഇന്നൊന്നല്ല പറയുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് 2 വർഷം എന്ന്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അതായത് അടുത്ത പുനർവിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് നല്ലൊരാൾ വരുവാണെങ്കിൽ നമ്മൾ കഴിക്കാം എന്ന് പറയുന്നുണ്ട്. ശരി, പക്ഷേ ഈ 2 വർഷത്തെ കണക്ക് എവിടെ നിന്ന് വന്നു? എന്താ രേണു വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് 2 വർഷം ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2 വർഷം എന്നാണ്. ഈ 2 വർഷത്തിൻ്റെ കണക്ക് വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എന്നാണ് രേണു പറയുന്നത്, വിവാഹത്തിനോട് എനിക്കിത് താല്പര്യമില്ല, എനിക്കിനി താല്പര്യമുള്ളത് ലിവിങ് ടുഗദറാണ്. ഇപ്പം അതാണല്ലോ. അതാവുമ്പോൾ പിന്നെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നുമ്പോൾ വേണ്ടാന്ന് വെക്കുക, അതിങ്ങനെയുള്ള പ്രശ്നങ്ങളും ഗൂലാമാലകളും ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷെ കല്യാണം കഴിയുമ്പോൾ അങ്ങനെയല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ലീഗലി ഡിവോഴ്സ് ചെയ്യാനുള്ള അതിൻ്റെ പിന്നാലെ നടക്കണം, അങ്ങനെ എന്തൊക്കെ ഗൂലാമാലകളാണ്. ഇതാവുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. പലപ്പോഴും രേണു പറയാനുള്ള കാര്യമാണ്, സുധിച്ചേൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് സങ്കടം വരും. സുധിച്ചേനെ കാണുമ്പോൾ, ഫോട്ടോസൊക്കെ കാണുമ്പോൾ എൻ്റെ സങ്കടം എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സന്തോഷിക്കുകയാണ്, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കരയായിരുന്നു സുധിച്ചേട്ടൻ്റെ ആൽബം നോക്കിയിട്ട് എന്ന്. ഇതിനൊക്കെ എന്തൊരു ആത്മാർത്ഥതയാണെന്നാണ്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോവാണ് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാട് മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് ആത്മാർത്ഥതയാണ് മരിച്ചുപോയ തൻ്റെ ഭർത്താവിനോടുള്ളത്? ഭർത്താവ് മരിച്ചുപോയ പുനർവിവാഹം കഴിക്കാനായിട്ട് ചില സ്ത്രീകൾ താല്പര്യപ്പെടും, ചില സ്ത്രീകൾ താല്പര്യപ്പെടില്ല. താല്പര്യപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ ഇതിനു മുമ്പ് തൻ്റെ മുൻ ഭർത്താവിനെ കുറിച്ച് വാതോരാതെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്ന് ആളുടെ പേരിലും ആളുടെ ഫെയിമിലും ആൾക്കുള്ള സ്നേഹം യൂസ് ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു രേണു മാത്രമേ ഉള്ളൂ എന്ന്. രേണു മാത്രമല്ല, എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടൻ്റെ ഇതിനു മുമ്പ് വിവാഹം കഴിച്ച സ്ത്രീയും അത്രത്തിൽ തന്നെയായിരുന്നു. മരിച്ചു പോയിട്ടും ആ വ്യക്തിക്ക് ഒരു സമാധാനവും കൊടുക്കാത്ത കുറച്ച് ഭാര്യമാർ. ഇപ്പൊ രേണുസുധിക്ക് ലിവിങ് ടുഗദറിനോടാണ് കേട്ടോ താല്പര്യം. കൊച്ചു കള്ളി സ്നേഹിക്കാനുള്ള നല്ല മനസ്സുള്ള പാവമായിരിക്കണം. കുറച്ച് അങ്ങനെ ഓപ്പൺ ആകുന്നതാണ്. എല്ലാവരും വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആള് സ്നേഹിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും വിവാഹം കഴിക്കുന്നത്. ആളെയാണ് എനിക്കിഷ്ടം. കുറച്ച് ഇൻട്രോവേർട്ട്, ഉൾവലിഞ്ഞൊരു സ്വഭാവത്തിലുള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. റിപ്ലൈ കൊടുക്കാം. വിവാഹം കഴിക്കുന്നും പറയുന്നുണ്ട്, ലിവിങ് ടുഗദർ ആണ് താല്പര്യം എന്നും പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് 2 വർഷത്തിനുള്ളിൽ നടക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, രേണുവിനെ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇടുകയാണെങ്കിൽ നോക്കാം എന്നും പറയുന്നുണ്ട്. രേണുവിന് ഓൾറെഡി ഒന്ന് സെറ്റായിട്ടാണോ, ചുമ്മാ പറയാണോ എന്തോ, നാട്ടുകാരെ വീണ്ടും പറ്റിക്കുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താലേ ഇവരൊക്കെ രേണുവിൻ്റെ പിന്നാലെ നടക്കുള്ളൂന്നേ. അതിന് വേണ്ടിയിട്ട് രേണു ഓരോന്ന് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇനി കുറച്ച് നാളെ എല്ലാവരും ഇതും പറഞ്ഞു നടക്കും. ഇപ്പോൾ രേണുവിൻ്റെ കാമുകനാണെന്ന് പറഞ്ഞു UK ഒരാളെയും കൂടി ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. രേണു പറയുന്നത് AI മനുഷ്യനാണ്, എനിക്ക് ഈ മനുഷ്യനെ കണ്ടിട്ടും കൂടി ഇല്ല, അഥവാ ഇങ്ങനൊരു മനുഷ്യനുണ്ടെങ്കിൽ കേസ് കൊടുത്താൽ നിങ്ങളൊക്കെ പെട്ടുപോകൂട്ടോ എന്നുകൂടി പറയുന്നുണ്ട്. രേണുവിനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ലിവിങ് ടുഗദർ എന്നുള്ളൊരു ബിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ എല്ലാവരും ലിവിങ് ടുഗദർ ആയിരിക്കും. എന്റെ സങ്കല്പത്തിലുള്ള സ്നേഹിക്കാനുള്ള മനസ്സ്, ഉദപ്പനെ കിച്ചുനെ അംഗീകരിക്കാനുള്ള മനസ്സ്, നമ്മളെ മക്കളെ സ്വന്തമായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള മനസ്സുള്ള ഒരാള്. പിന്നെ അത്യാവശ്യം ഫിനാൻസ് വേണം, അല്ലാതെ പറ്റത്തില്ലല്ലോ. എന്റെ ജോലിക്ക് വിടാതെ വീട്ടിൽ ഇരുത്തണം, എനിക്കതാ ഇഷ്ടം. വീട്ടിൽ ഇരിക്കണം, എനിക്ക് കുറച്ച് റിസ്ക്. അപ്പോൾ വെറുതെ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ വീഡിയോസും കണ്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കമന്റ് ഇടണ്ട കേട്ടോ.
രേണു വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിന് താല്പര്യപ്പെടുന്ന ആൾ ഇച്ചിരി ചിക്കിലുള്ള ആളായിരിക്കണം കേട്ടോ. പൈസയൊക്കെ ഉണ്ടെങ്കിൽ രേണുവിനെ കൊണ്ട് രേണു പറ്റുള്ളൂ, രേണു സമ്മതിക്കുള്ളൂ. റെസ്റ്റൊക്കെ വേണ്ട വീട്ടിലിരിക്കുന്ന ആൾക്ക്. അപ്പോൾ പൈസ ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതിയേ. തീരുമാനിച്ചിട്ടില്ല, അത്യാവശ്യം പ്രൊമോഷൻസ് അദ്ദേഹം പറയുന്ന പോലെ. മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഇപ്പോഴും പേര് എവിടെ കിട്ടിയാലും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാട്ടോ ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി ഭാവി ഭർത്താവ് എന്നുള്ളത്. ഒരു മീഡിയക്കകത്ത് എന്റെ ഒരു പടം പോലത്തെ ഒരു വേറൊരാള്, അത് ആരാന്ന് പോലെ എനിക്ക് UK കാമു കെട്ടിയിടും സുധീര, അത് ആരാണ്? അവൻ വല്ല കേസ് കൊടുത്താൽ കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. അവൻ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. ഞങ്ങനെ ഒരു മനുഷ്യനുണ്ടോന്ന് അറിയത്തില്ല, മനുഷ്യനാണോന്നും എനിക്കറിയത്തില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ രേണുവിൻ്റെ ഫോട്ടോയും വേറൊരു മനുഷ്യൻ്റെ ഫോട്ടോയും കൂടി വെച്ചിട്ട് രേണുവിൻ്റെ UK കാമുകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. ഇത് സത്യമാണോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. രേണു പറയുന്നത് മനുഷ്യനാണ്, ആ പുള്ളി വല്ല കേസും കൊടുത്താൽ നിങ്ങൾ കൊടുങ്ങോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രേണു UK പോകും എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ UK പോയി കഴിഞ്ഞാൽ എൻ്റെ കാമുകനെ കാണാനാണ് പോകുന്നത് എന്നൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ എന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരുത്തൻ വന്ന് നിങ്ങളല്ലേ എനിക്ക് UK ആക്കി തന്നെ. ഏതാണോ ആ പടം പോലും ഞാൻ കണ്ടില്ല. ഒരു മീഡിയക്കകത്ത് എന്റെ ഒരു പടം പോലത്തെ ഒരു വേറൊരാള്, അത് ആരാന്ന് പോലും എനിക്ക് UK കാമു കെട്ടിയിടും സുധീര, അത് ആരാണ്? അവൻ വല്ല കേസ് കൊടുത്താൽ കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. അവൻ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. ഇവരെവിടെ പോയാലും ക്യാമറമാനെ കൊണ്ടുപോകുമോ? ഇവിടെ പോയാലും കുറച്ച് ചാനൽസിനെ കൊണ്ടാ പോകുന്നത്. എന്നിട്ട് ഡ്രസ്സ് എടുക്കാനും എവിടെ പോകണമെങ്കിലും കുറച്ച് ക്യാമറമാൻസ് കൂടെ ഉണ്ടാകും. ഇവർ കുറേ ക്ലിപ്പുകൾ എടുത്തിട്ട് രേണു ഇങ്ങനെ പറഞ്ഞു, രേണു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രേണുവിൻ്റെ കാമുക, രേണുവിൻ്റെ കല്യാണം, രേണുവിൻ്റെ ഹൈറ്റ്, രേണുവിൻ്റെ സൗന്ദര്യത്തെയൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പേരെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് രേണുവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് രേണു പറയും രേണുവിനെ പോലെ ആവാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും വണ്ണമൊന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഇരിക്കാനൊന്നും ആരും ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ സ്ലിമ്മായിട്ടിരിക്കാനൊക്കെ തന്നെ എനിക്ക് ആഗ്രഹിക്കുക എന്ന് കരുതിക്കൊണ്ട് എപ്പോഴും ചായയും ബിസ്ക്കറ്റും മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? രേണുവിൻ്റെ ഫുഡ് അതാ ചായയും ബിസ്ക്കറ്റും. രേണുവിന് ഇപ്പോൾ കുറച്ച് പൈസ വന്നപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയപ്പോൾ രേണുവിന് കുറേ കൊളാബറേഷൻസ് കിട്ടുന്നുണ്ട്, സ്കിൻ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പുറത്താണെങ്കിലും അകത്താണെങ്കിലും, അകത്ത് മീൻസ് കേരളത്തിലാണെങ്കിലും. അതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ലേസറും ഗ്ലൂട്ടത്തൈനും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരിയുടെ സ്കിന്നൊക്കെ കുറച്ച് ഗ്ലോ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ളൊരു അട്രാക്ഷനൊക്കെ വന്നു തുടങ്ങി. രേണുവിന് എങ്ങനെ ആയാലും എല്ലാവരും നോക്കും. അപ്പോൾ രേണു തന്നെ പറയാം എന്നെപ്പോലെ അവനിപ്പോൾ എല്ലാവരും കൊതിക്കുകയാണത്. ഇങ്ങനെ ആകാൻ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും ഇങ്ങനെ ആകാൻ വേണ്ടിട്ട്. ആ ഡ്രസ് വെച്ച് നോക്കുമ്പോ രേണു എത്രേ ഉള്ളൂ അല്ലേ? തൂക്കിയിട്ടിട്ടില്ലെങ്കിലും അതല്ലേ നല്ലത്. എന്തിനാ അമ്മച്ചിയായിട്ട് ഞാൻ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരുന്നാ പോരെ. ഇങ്ങനെ ആകാൻ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും ഇങ്ങനെ ആകാൻ വേണ്ടിട്ട്. കഥയിലെ കഥാപാത്രവും കഥയും തികച്ച് സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. തികച്ചും സാങ്കല്പികം മാത്രമാണ്. രേണു ഇതുപോലുള്ള കുറേ സാങ്കല്പിക കഥാപാത്രങ്ങളെ കുറച്ച് സാങ്കല്പിക കഥകളും കൊണ്ടുവരും. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്താ രേണുവിൻ്റെ വയറ്റിപ്പഴപ്പ്. ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നാലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ, വർക്ക് കിട്ടുള്ളൂ. ഇപ്പം ഡിമാൻഡ് കുറഞ്ഞു, ഇപ്പം ഇനോഗ്രേഷനും കൊളാബറേഷനും ഒക്കെ കുറഞ്ഞു. ഇപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഷോപ്പിൽ പോയി അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറച്ച് ചാനൽസിനെയും കൊണ്ടുപോകും കൂടെ. ഇവരൊക്കെ എപ്പോഴും ഉണ്ടാവും കൂടെ. എന്നിട്ട് അവരെ വെച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കും. നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് കാണാൻ. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധമില്ലാന്ന്. ഇപ്പം മരിച്ച തലക്ക് മുകളിൽ നിൽക്കുന്ന ആ മനുഷ്യനെയെങ്കിലും വെറുതെ വിട്ടിട്ട് കളിച്ചുകൂടെ രേണു? UK പോകുമ്പോ ദയവ് ചെയ്ത് കാമുകനെ കാണാൻ പോവാന്ന് പറഞ്ഞേക്കുന്നത്. കമ്മിറ്റ്മെന്റ് വേണ്ട, കമ്മിറ്റ്മെന്റ് വേണം. കാരണം വിവാഹം തന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. കാരണം ഞാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിവാഹം തന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. കാരണം ഒരു എന്താ പറയാ ഫാമിലി ആയിട്ട് ഇപ്പൊ വിവാഹം കഴിച്ചവര് തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. വിവാഹത്തിന് ഫ്രീഡം അല്ല, ലിവിംഗ് ടുഗദറിൽ ഫ്രീഡം. രേണു സുധി വിവാഹം കഴിക്കില്ല. രേണു പറയുന്നത് എനിക്ക് ലിവിംഗ് ടുഗദറിനോട് താല്പര്യമുള്ളൂ, എനിക്ക് ലിവിംഗ് ടുഗദർ മതി, പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കണം കേട്ടോ. അങ്ങനെയല്ല, ലിവിംഗ് ടുഗദറിൽ ഫ്രീഡം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? കേട്ടിട്ടില്ല ഓരോ കേസുകളും കാര്യങ്ങളും ഒക്കെ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് മെയിൻ കാര്യം. ലിവിംഗ് ടുഗദറിൽ ഫ്രീഡം കിട്ടും, കല്യാണത്തിൽ ഫ്രീഡം കിട്ടില്ല. കല്യാണം ആകുമ്പോൾ കല്യാണം, കുട്ടികൾ, ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെയൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ തൻ്റെതായ ഇമാതിരി പരിപാടിക്കൊന്നും സമയം കിട്ടൂല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഭർത്താവ് പറഞ്ഞാൽ വീട്ടിൽ പുറത്താക്കുകയും ചെയ്യും, ഡിവോഴ്സ് ചെയ്യും. ഇനി ഒരു ഡിവോഴ്സിന് താല്പര്യമില്ലായിരിക്കാം. ലിവിംഗ് ടുഗദർ ആകുമ്പോൾ നമ്മുടെ കാര്യം നോക്കി നമുക്ക് പോവാം. ഇവർക്കൊക്കെ കുടുംബമായിട്ട് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടൊന്നും അല്ല
ഈ ലിവിങ് ടുഗദർ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്? എല്ലാത്തിനും ഒന്നും അല്ലെങ്കിലും നമ്മുടെ വിവാഹം തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം എങ്കിൽ മാത്രമേ ഫാമിലിക്ക് എന്താ പറയാ ഒരു ഇത് വരത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി ഫാമിലിയിലോട്ട് ചെല്ലാം. ഇത് ലിവിങ് ടുഗദർ ആകുമ്പോൾ അത് നടക്കത്തില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുക, എന്തുണ്ടെങ്കിലും അനുഭവിക്കുക. അതെ, ലിവിങ് ടുഗദർ ആവുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അതേസമയം കല്യാണം ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വീട്ടിലേക്ക് ഓടിപ്പോവാന്ന്. ഈ പ്രശ്നം വരുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ പ്രശ്നം വരില്ല. പിന്നെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഓടിച്ചെന്ന് വീട്ടുകാരോട് പോയി പറയല്ല വേണ്ട. അത് എങ്ങനെ സോൾവ് ആക്കണം എന്ന് സ്വയം തീരുമാനിച്ച് ചെയ്യുക. പിന്നെ ടോക്സിക് ആയിട്ടുള്ള പാർട്ട്ണറിൻ്റെ കൂടെ നമുക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല, ബന്ധം ഉപേക്ഷിക്കുക. അല്ലാതെ ചെന്ന് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓടിച്ചെന്ന് വീട്ടിലേക്ക് പറയല്ല വേണ്ടേ. അത് അവിടെ നിന്ന് തൻ്റെ പാർട്ട്ണറാണെന്ന് മനസ്സിലാക്കി, രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നവരാണ് പലരും, രണ്ടുപേരും രണ്ട് കൾച്ചറിൽ നിന്ന് വന്നവരാണ്, രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം പൊരുത്തപ്പെട്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യുക. ഒരുപക്ഷെ പാർട്ട്ണറിലെ ഒരാളായിരിക്കും കോംപ്രമൈസ് ചെയ്യാം, മറ്റൊരു സമയത്ത് മറ്റൊരാൾ കോംപ്രമൈസ് ചെയ്യുക. അങ്ങനെ കോംപ്രമൈസ് ചെയ്തും സഹിച്ചും പിടിച്ചും നിൽക്കണം എന്നല്ല പറയുന്നത്. ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് നാൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതിൽ ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടമൊക്കെ ആദ്യമൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം എന്നുള്ളതല്ല, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. മാറ്റിവെച്ചിട്ട് നമ്മൾ ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നടക്കും. ഇത് അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ എന്ത് രസമായിരിക്കും എന്നറിയോ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഓടിച്ചെന്ന് അമ്മേ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് വീട്ടിൽ പറയല്ല വേണ്ടത്. പറയണം, ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഇയാളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നശിക്കും എന്ന് 100% ഉറപ്പാണെങ്കിൽ ഉപേക്ഷിച്ച് പോവുക എന്ന് കരുതിക്കൊണ്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചിട്ട് ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞാൽ ആൾ ഉപേക്ഷിക്കുക, അതിന് അടുത്താളെ കൊണ്ടുവരാം, അടുത്താളോട് ഉപേക്ഷിക്കുക. നമ്മളെന്താ പട്ടികളോ? രേണുസുധിയുടെ വിവാഹം ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി സോഷ്യൽ മീഡിയയെ കാത്തിരിക്കുകയാണെങ്കിൽ 2 വർഷം വെയിറ്റ് ചെയ്യണം. ഒരുപക്ഷെ ലിവിങ് ടുഗദർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പോകും, കല്യാണമായിട്ട് ഉണ്ടാവില്ല. രേണുസുധിക്ക് ലിവിങ് ടുഗദറിനോട് താല്പര്യം ഒന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടായിരിക്കും അല്ലെ ഒരുപക്ഷെ രേണുസുധി സുധിച്ചേട്ടൻ്റെ മരണത്തെ തുടർന്ന് മക്കൾക്ക് കിട്ടിയ വീട്ടിൽ താമസിക്കില്ല എന്ന് ഉറച്ചു പറയാനുള്ള കാരണം രേണു അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. രേണുവിന് അറിയാം എങ്ങനെ താമസിക്കണം. കാരണം കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന വീടാണ്. തൻ്റെ പാർട്ട്ണർ ലിവിങ് ടുഗദർ ആയിട്ടുള്ള പാർട്ട്ണർ ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞിട്ടുള്ള പാർട്ട്ണർ ആയിക്കോട്ടെ, അവരെയും കൊണ്ട് ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പിടിച്ച് പുറത്താക്കുമെന്ന് അറിയാം. അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കൂല, നിൽക്കാൻ പറ്റില്ല. സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ സുധിച്ചേട്ടൻ്റെ വിയോഗത്തിൽ തുറന്ന് മക്കൾക്ക് കുടിക്കാനും പിടിക്കാനും താമസിക്കാൻ പോലും നല്ലൊരു വീടില്ലെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒപ്പിച്ചു കൊടുത്ത ഒരു വീട്, നാട്ടുകാരും ആ സഹതാപത്തിൻ്റെ പുറത്ത് കിട്ടിയൊരു വീട്, ആ വീടിൻ്റെ ഉള്ള കുറ്റവും കുറവും എല്ലാം കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തുറന്ന് കാണിച്ച് തന്നവരെല്ലാം നാറ്റിച്ചടക്കുന്ന രേണുവിന് അതിൻ്റെ വില മനസ്സിലാവില്ല. അത് വില മനസ്സിലാവുന്ന ഒരാളുണ്ട്, സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ. ആള് വന്ന് പറയുന്നുണ്ട്, അച്ഛനെ ഇപ്പോഴും ഓരോരുത്തർ പറഞ്ഞ് നാട്ടിച്ചുകൊണ്ടിരിക്കുക. അതായത് സുധിയുടെ 2ാമത്തെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കിച്ചു വീണ്ടും തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് രേണുവിനെതിരെയായിട്ട്. രേണുവിനെതിരെയെന്ന് ഞാൻ പറയുന്നില്ല, രേണു കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നോളം എത്തിയ മകൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കിച്ചു പറയുന്നുണ്ട്, ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ നികത്തേണ്ടത് അവിടെ താമസിക്കുന്നവരാണ്. അവിടെ താമസിക്കുന്നവരുടെ മേന്മ പോലെ ഇരിക്കും ആ വീടെന്ന്. തരുമോ നല്ലൊരു വീട്, നല്ലൊരു സ്ഥലം, നല്ലൊരിത്, അവർ ഹാപ്പിയാണ്. ഇല്ലാത്ത സമയത്ത് തന്നതാണ്. വന്ന വഴി മറക്കാതിരിക്കുക, തല മറന്ന് എണ്ണ തേക്കാതിരിക്കുക എന്നൊക്കെ പറയില്ലേ. ഇതെല്ലാം മറന്ന് ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന രേണുവിന് ഒരു പക്ഷേ അതിൻ്റെ വാല്യൂ മനസ്സിലായെന്ന് വരില്ല. അല്ലെങ്കിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള വീട് വെക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി രേണുവിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കാം. ആ ഒരു കോൺഫിഡൻസിലായിരിക്കാം പറയുന്നത്. എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇല്ലാത്ത സമയത്ത് നമുക്ക് തന്നിട്ടുള്ളത് 1 രൂപയോ 10 രൂപയോ എത്ര രൂപയോ ആയിക്കോട്ടെ, ആ രൂപയ്ക്കുള്ള വാല്യൂ ഉണ്ടല്ലോ. നമ്മൾ എത്രയൊക്കെ പിന്നീട് നമ്മുടെ കയ്യിൽ എത്രയൊക്കെ വലിയൊരു എമൗണ്ട് വന്നാലും അതിനുള്ള വാല്യൂ ആവില്ല. ഞാൻ പറഞ്ഞു വന്നത്, രേണുവിന് എത്ര വലിയ കൊട്ടാരം വെച്ച് വന്നാലും രേണുവിന് ഒന്നുമില്ലാത്ത സമയത്ത് വാടക പോലും കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരു കാലം രേണുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് രേണുവിന് കിട്ടിയ വീടാണത്. ആ വീടിന് തുല്യമായിട്ടുള്ള സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും രേണുവിന് പുതിയ വീട് എത്ര കൊട്ടാരം വെച്ചാലും കിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു പുച്ഛത്തോടുകൂടി കളയും, പിന്നെ കൊട്ടാരം പോലത്തെ വീട് എന്നൊക്കെ പുച്ഛിച്ച് തള്ളുമായിരിക്കും. രേണുവിൻ്റെ പുതിയ ലൈഫ് വരില്ലേ, അപ്പം മനസ്സിലാവും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രേണു സുധി എന്ന് പറയുന്ന പേരില്ലേ, സുധി എന്ന പേര് എന്ന് മാറ്റപ്പെടുന്നു അന്ന് തീരും രേണുവിൻ്റെ ഈ വായ്ത്താളം എന്ന്. ഞാൻ ഇപ്പോഴും ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രേണു സുധി എന്ന് പറയുന്ന പേരിൽ രേണു അടുത്ത വിവാഹം കഴിക്കുമ്പോൾ സുധി എന്ന പേര് മാറ്റപ്പെടും. അത് രേണുവിനെ അറിയാവുന്നതുകൊണ്ടായിരിക്കും രേണു പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ലിവിങ് ടുഗദറിലേക്ക് പോയി കഴിഞ്ഞാൽ രേണു പണിക്ക് പോവില്ല, വീട്ടിലിരിക്കുമെന്ന് രേണു പറയുന്നുണ്ട്. രേണുവിന് അറിയാം പണിയൊന്നും കിട്ടില്ല എന്ന്. സുധിച്ചേട്ടൻ്റെ പേരിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ട വർക്കുകളും കാര്യങ്ങളും. അപ്പോൾ രേണു ഇനി പുതിയ ലൈഫിലേക്ക് പോകുമ്പോൾ സുധി എന്ന പേര് മാറ്റപ്പെടും. ഈ ഹൈപ്പൊക്കെ തീരും.
പിന്നെ ആളും പറയണ കേട്ട്, പുതിയ പാർട്ട്ണറും പറയണ കേട്ട് വീട്ടിലിരിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്ന് ഇപ്പോൾ പറയുന്ന ഒരു മുൻകൂർ ജാമ്യം പോലെ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും അതെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ല തന്നെ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് അനുഭവിച്ചൊരു സ്ത്രീയാണ്, ഇനിയെങ്കിലും നല്ലവണ്ണം ജീവിച്ച് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അത്രയുള്ള നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.